കുറെ ആളുകൾ വന്ന് ചെയ്ത് 2 ലക്ഷം 4 ലക്ഷം രൂപയൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്തതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ അതായത് ആ ഫാമിന്റെ ഉടമസ്ഥന്റെ അളിയൻ ആയിട്ടാണ് നമ്മൾ അവിടെ ആ ഫാമിൽ എത്തിപ്പെട്ടത്. അപ്പൊ അവിടെ അദ്ദേഹം ഹൈദർ സാർ എന്ന് പറയും. അദ്ദേഹം KSRTC ഓഡിറ്റിംഗ് ഓഫീസറായി റിട്ടയർ ചെയ്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം മുഖാന്തരമാണ് നമ്മൾ ആ ഫാമിൽ ചെന്നിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കണ്ട സമയത്ത്, അതുപോലെ തന്നെ അവിടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നല്ല കണക്ഷനുള്ള പ്രസന്നകുമാർ സാറ് ഡിസ്ട്രിബ്യൂട്ടർ, അദ്ദേഹം നല്ല അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ഞങ്ങളൊരു ടീമായിട്ട് അവിടെ ചെന്നിട്ട് ഈ തോട്ടം നോക്കിയ സമയത്ത് ഫുള്ള് മഞ്ഞ കളറാണ്. കവുങ്ങ്, തെങ്ങുണ്ട്, പിന്നെ ജാതി. അപ്പൊ ഒരു 50 ഏക്കർ സ്ഥലത്ത് നമുക്ക് ഒരു 2 ഏക്കർ സ്ഥലത്ത് നമുക്ക് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് തന്നു. അപ്പൊ നമ്മൾ നമ്മുടെ കമ്പനിയുടെ യൂണിവേഴ്സൽ ടീം കോർഡിനേറ്റർ നമ്മുടെ മനോജ് സാറായിട്ട് ഒരു സൂം മീറ്റിംഗ് നടത്തിയിട്ട് നമ്മുടെ കമ്പനിയുടെ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ശ്രീനിവാസൻ സാറ് ഞങ്ങളുടെ ലീഡർ ശ്രീനിവാസൻ സാറോട് എന്താണ് അതിനെ ഉപയോഗിക്കുക എന്ന് ചോദിച്ച സമയത്ത് നമുക്ക് അത് കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ കിട്ടി. ഡിസിഷൻ കിട്ടിയ സമയത്ത് നമ്മൾ അതിൽ ചെയ്തത് ഭൂവസ്ത്രയും ഗ്രോമാജിക്കും, അതായത് 4 കിലോ ഭൂവസ്ത്രയ്ക്ക് 2 പാക്കറ്റ് ഗ്രോമാജിക്ക് വളരെ നന്നായിട്ട് പുട്ടുപൊടി കുഴയ്ക്കുന്ന പോലെ കുഴച്ച് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 40-50 ഗ്രാം വെച്ച് ഓരോ കവുങ്ങ് തൈയിന്റെ ചോട്ടിലും തെങ്ങിന്റെ ചോട്ടിലും ഇട്ടുകൊടുത്തു, ജാതിയുടെ ചോട്ടിലും ഇട്ടുകൊടുത്തു. അപ്പൊ നമ്മൾ പരീക്ഷണമാണത്. അവർക്ക് യാതൊരു വിശ്വാസമില്ല അത് ഡെവലപ്പ് ആകുന്നുള്ളത്. അത് കൂടാതെ നമ്മൾ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ അടിക്കാൻ MI വീറും MI പ്ലസും വൈറസും കൂടി ഒരു 250 നമ്മുടെ വൈറസിന് ഒരു 250 ml വൈറസും 2 MI പ്ലസും 2 വൈറസ് ഇതും കൂടെ MI വീറും കൂടെ മിക്സ് ചെയ്ത് 250 ലിറ്റർ വെള്ളത്തിൽ കംപ്ലീറ്റ് സ്പ്രേ ചെയ്തു. ആദ്യത്തെ ബാച്ച് സ്പ്രേ ചെയ്തു. അങ്ങനെ 2 ഏക്കർ സ്ഥലം നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ സ്പ്രേ ചെയ്തു. അത് രാവിലെ കാലത്ത് നമ്മളൊരു 10 മണിയുടെ ഉള്ളിൽ സ്പ്രേ ചെയ്യും. അമാവാസി കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോൾ ചെടികളെല്ലാം മുരടിച്ചിട്ട് വളരെയധികം കവുങ്ങ് ചെടികൾ അത് ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. അതായത് അദ്ദേഹം അതിന് മുന്നുള്ള വലിയ കവുങ്ങുകൾ ഒരു 2000 കവുങ്ങ് കഴിഞ്ഞ വർഷം ഉണങ്ങിയിട്ട് വെട്ടിക്കളഞ്ഞു ഈ കേട് കാരണം. അപ്പൊ ആൾക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല, നമ്മൾ റെഡിയാവുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നതാണ്. അങ്ങനെ തന്ന സമയത്ത് നമ്മൾ ഇത് പരീക്ഷിച്ചു. നമ്മൾ കൃത്യമായിട്ട് 2 ഏക്കർ സ്ഥലത്ത് ഇട്ടു. അപ്പൊ ഇട്ടിട്ട് നമ്മൾ 20 ദിവസം കഴിഞ്ഞ സമയത്ത് ഈ ചെറിയ തോതിൽ ഉണങ്ങി പോവാറായ കവുങ്ങുകളൊക്കെ ചെറിയ തോതിൽ തൂമ്പ് വരാൻ തുടങ്ങി. ചെറിയ കിളുത്ത് വരാൻ തുടങ്ങി. ഒരു 2 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ കണ്ടിന്യൂ ആ തോട്ടത്തിൽ പോകും. അതായത് ഒരു 8-10 പ്രാവശ്യം ഞങ്ങൾ ടീമായിട്ട് അവിടെ പോയി നോക്കിയ സമയത്ത് ചെറിയ തോതിൽ തൂമ്പ് വരാൻ തുടങ്ങി. ചെറിയ തോതിൽ തൂമ്പ് വന്നപ്പോൾ ഉടമസ്ഥൻ പറഞ്ഞു, ഫുള്ളായിട്ട് പൂച്ചയുണ്ടല്ലോ, കംപ്ലീറ്റ് ചാതി ഇരിക്കുന്നുണ്ട്, അത് പോകുന്നില്ല പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവരോട് പറഞ്ഞു, ഇത് ചാതികൾ ക്രമേണ നമ്മുടെ പ്രൊഡക്റ്റ് ഒരു ജീവികളെയും കൊല്ലല്ല ചെയ്യുക. നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഗുണം കാരണം അകന്നു പോവുക ചെയ്യുക, അല്ലാതെ ഒരു ജീവിയും നമ്മൾ കൊല്ലില്ല. അപ്പൊ അവരുടെ ഫാമിൽ പണിയെടുക്കുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങൾ ഈ ചാവാതെ എങ്ങനെ ചെടികൾ മറ്റേതാവുക ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ചാവില്ല, നമുക്ക് നമ്മുടെ ചെടി പ്രൊട്ടക്ട് ആവാണല്ലോ വേണ്ടത്. അങ്ങനെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് 20 ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയ തൂമ്പ് വരാൻ തുടങ്ങി. അദ്ദേഹം അതിന്റെ ഉടമസ്ഥൻ വേറെ വിദേശ രാജ്യങ്ങളിലേക്ക്, അദ്ദേഹത്തിന് ഇസ്രായേലുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിലത്തെ ഈ കൃഷി രീതിയൊക്കെ പറ്റിയിട്ട് അദ്ദേഹത്തിന് അറിയാം. വളരെ വലിയ ഫാമാണ്, 50 ഏക്കർ ഫാമാണ്. അതിൽ എല്ലാം ഉണ്ട്, വാഴയുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ അത് ഡെവലപ്പായി വന്നു. അദ്ദേഹം വിദേശത്ത് ഉംറയൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് കണ്ട ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഞങ്ങൾ ജാതി മരത്തിനും പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. കവുങ്ങ് ഡെവലപ്പ് ആവാൻ തുടങ്ങി, മഞ്ഞപ്പ് മാറാൻ തുടങ്ങി, അതോടൊപ്പം തന്നെ തൂമ്പ് വരാൻ തുടങ്ങി, പ്രാണികളൊക്കെ നീങ്ങാൻ തുടങ്ങി. ജാതി മരത്തില് നമ്മൾ പ്രൊഡക്റ്റ് സ്പ്രേ അടിച്ചിട്ട് താഴത്തിട്ട് സ്പ്രേ അടിച്ച സ്ഥലത്ത് നന്നായിട്ട് ജാതിക്ക പിടിച്ചു. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മരത്തിൽ പോലും ജാതിക്ക പിടിച്ചു, പക്ഷെ എല്ലാം കൊഴിഞ്ഞു പോയി. അപ്പൊ അദ്ദേഹത്തിന് അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളെ വീണ്ടും വിളിച്ചു വന്നിട്ട്, ഇനി നമുക്ക് ബാക്കി സ്ഥലങ്ങളിലും കൂടി ഇത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്കി ഫാമിൽ നമ്മൾ ഇത് 20 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സ്പ്രേ ചെയ്തു. അതായത് ആദ്യം ഉപയോഗിച്ച് 20ാമത്തെ ദിവസം നമുക്കത് കുറേശ്ശെ ഡെവലപ്മെന്റ് കാണാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ വീണ്ടും അത് സ്പ്രേ നമ്മൾ ഇതുപോലെ തന്നെ MI വീറും MI പ്ലസും MI വൈറസും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ഡോസും കൂടി കൊടുത്തു. ആ ഡോസും കൂടി കൊടുത്ത സമയത്ത് അത് ഡെവലപ്പ് ആവാൻ തുടങ്ങി. ഇപ്പൊ അതിന്റെ ഏകദേശം ഇപ്പൊ നമുക്കൊരു 45-50 ദിവസമായിട്ടുള്ള ഞങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നല്ല ഡെവലപ്മെന്റ് ആണ്. ജാതി മരത്തില് അപ്പൊ അദ്ദേഹം 2500ഓളം ജാതി മരമുണ്ട് അദ്ദേഹത്തിന്റെ ഫാമില്. അപ്പൊ ഇത് വളരെ കുറച്ച് ജാതി മരമാണ് ഈ 2 ഏക്കറിലുള്ളൂ. അതിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. തെങ്ങമരം, പാക്കുമരം, ജാതി, വാഴ എല്ലാം നമ്മളെല്ലാം എല്ലാത്തിലും ജനറലായി അടിച്ചു. അപ്പൊ അങ്ങനെ അടിച്ച സമയത്ത് നമുക്ക് ആ ഒരു പ്ലോട്ട് ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ബാക്കിയുള്ള സ്ഥലത്തും കൂടി ഉപയോഗിക്കണം. അടുത്ത ജാതി ഒക്ടോബറിലാണ് അതിന്റെ സീസൺ പൂക്കാൻ തുടങ്ങുക. അപ്പൊ പൂക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ബാക്കി ജാതിക്കും കൂടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ചെറിയ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഡെവലപ്മെന്റ്
നമ്മുടെ ITC ലീഡർ ശ്രീനിവാസൻ സാറെ വിളിച്ച് സംസാരിക്കണ്ടായി. ഇത് ചെറിയൊരു ഡെവലപ്മെന്റ് കാണുന്നുണ്ട്. അത് കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റ് നമ്മൾ അടുത്തതും തുടർന്ന് ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, ഡെവലപ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അവിടെ നമുക്ക് നല്ല ഡെവലപ്മെന്റ്. ആ പ്രദേശത്ത് മൊത്തം കവുങ്ങുകൾ, അതായത് പാക്ക് മരം മൊത്തം മഞ്ഞ കളറാണ്. അപ്പൊ അത് മണ്ണിന്റെ പ്രശ്നം തന്നെയാണ്. അപ്പൊ നമ്മൾ ഭൂവസ്ത്രീയും ഗ്രോമാജിക്കിലും അടിയിലിട്ട് കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ MI വീറും MI സ്പ്രേയും MI വൈറസും കൂടെ മിക്സ് ചെയ്ത് അടിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ആ പ്രദേശത്തെ ഡെവലപ്മെന്റ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ വളരെയധികം ഉദ്ദേശിക്കുന്നത് എന്തറിയോ, നല്ലൊരു മണ്ണിനെ ഡെവലപ്മെന്റ് ചെയ്തെടുത്തിട്ട് അഗ്രികൾച്ചർ പരമായിട്ട് കേരളത്തിൽ, നമ്മൾ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ നല്ലൊരു ഡെവലപ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലീഡേഴ്സിന്റെ സഹായത്തോടു കൂടെ അതന്നെ ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു സാർ. ஓகே சார். இப்போ சார் வந்து சொன்னது நிறைய பேருக்கு புரிஞ்சிருக்கும்னு நினைக்கிறேன். புரிஞ்சுதா எல்லாருக்கும்? லீடர்ஸ்